ഒരു സിനിമ കണ്ടിറങ്ങി, ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടൊരു ഫീല്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോബിൾ സോ മച്ച്. എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളൂ, അത് അതിനേക്കാളും വലിയ സന്തോഷം. ബട്ട് ഭയങ്കര സന്തോഷമുണ്ട്. കുറേ വർഷത്തെ ഒരു പ്രയത്നമായിരുന്നു, അതിപ്പോൾ ഇങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എന്താ റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളതിന് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡ് നമ്മൾ എഴുതിയതുകൊണ്ട് ഇന്ന പോയിന്റിലായിരിക്കും ഇവിടെ റെസ്പോൺസ് വരും, ഇതിങ്ങനെ ആലോചിച്ചു. പക്ഷേ അവിടെ തന്നെ എല്ലാ റെസ്പോൺസ് വന്നു. പുറത്തുപോലെ തന്നെ എല്ലാ ചിരി വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ചിരി ഞാൻ ഡൗട്ട് ഒന്നും വരുന്നുകൊണ്ടല്ല, ഇതിനകത്ത് ഹ്യൂമർ ഉള്ള കാര്യം വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. ആർക്കും കാരണം ഇതിനകത്ത് ത്രില്ലർ ആയതുകൊണ്ട് എല്ലാവരും ഒരു ഡാർക്ക് മോഡ് ആയിരിക്കും എന്ന് വെച്ചിരുന്നിട്ട് എളുപ്പം ഹ്യൂമർ വരുമ്പോൾ റെസ്പോൺസ് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അത് ബാബുരാജിനെ വേണ്ട സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്തു അല്ലേ? എനിക്ക് തോന്നുന്നു വിനീതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. വിനീത് പക്ഷേ തിര ചെയ്തിട്ടുണ്ട്. തിര ചെയ്തപ്പോൾ വേറൊരു മൂഡായിരുന്നു. പക്ഷേ അന്നിപ്പോൾ ആ തിയേറ്ററിൽ അതിനൊരു ചെറിയൊരു ഫോളോ ഉണ്ടെങ്കിൽ പിന്നെ OTT ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ടൊരു അതിനൊരു വലിയൊരു ഫാൻ ബേസും ഫോളോവേഴ്സും ഉള്ള ഒരു പടമായിരുന്നു. അപ്പോൾ വിനീത് ഫുൾ ഓഫ് എന്നുള്ള ഒരു സംശയം ഇല്ലായിരുന്നു. എന്നാണ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. തിരയിൽ നിന്നും കരയിലേക്ക് അല്ലേ? കരം പിടിച്ച് കരയിലേക്ക് രോമാഞ്ചമായിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്നും ഇറങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. ഗംഭീര പെർഫോമൻസ്. എങ്ങനെ ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു? എക്സ്പീരിയൻസ് എന്ന് പറയാൻ എനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം പടം കണ്ടത്. സോ എല്ലാവരെയും ഫസ്റ്റ് ടൈം കാണുന്നവരെ ഓഡിയൻസിനെ പോലെ തന്നെയായിരുന്നു ഞാനൊരു പടം കണ്ടത്. അപ്പോൾ ഐ എം വെരി ഹാപ്പി. വളരെ ടൈറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. 2 hours ഉണ്ടായിരുന്നുള്ളൂ പടം. എന്താ പറയുക, എനിക്ക് തോന്നുന്നു വിനീതൻ്റെ കൂടെ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ആ ഹൃദയത്തിൻ്റെ ടൈമിൽ ഞാൻ ഓഡിഷൻ കൊടുത്തിട്ടാണ് പരിചയപ്പെടുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 3-4 years now. സോ ദ വെയിറ്റ് വാസ് വർത്ത് ഇറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടർ താങ്കൾക്ക് തന്നെ ഉള്ളതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നോബിളൊക്കെ എഴുതുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ താങ്കളുടെ പേരിലേക്ക് എത്തിയെന്നാണ് എനിക്ക് വിശ്വാസമായത്. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് വിനീതേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം. അതെ, ഞാൻ കുറച്ച് ആക്ഷൻ സംഭവങ്ങളൊക്കെ സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിനീതേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല, നോബിളായിട്ട് എഴുതിയാണ്, പക്ഷെ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നീ ഇപ്പോൾ പഠിക്കുന്ന ആക്ഷൻ ഒന്നും വിടണ്ട, കുറച്ചും കൂടെ പഠിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് തുടങ്ങിയത്. സോ ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു, ആ സമയത്തായിരുന്നു. സോ ഇറ്റ് ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 8 months-ഓളം എനിക്കറിയായിരുന്നു ഇങ്ങനെ സംഭവമുണ്ട്. 6-7 months. സോ ആ സമയത്തൊക്കെ ആക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അതിനൊരു ഡൗട്ടും വേണ്ട കേട്ടോ. പക്ഷേ അവിടെ കൊണ്ട് ബാബുരാജിനെ കൊണ്ട് നിങ്ങളുടെ കൂടെ പ്ലേസ് ചെയ്തപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? ബാബുരാജായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിയാണ് ഇതിൽ ഏറ്റവും അധികം സ്കോർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഒറ്റ സീൻ ഉണ്ടായിരുന്നുള്ളൂ ബാബുവിൻ്റെ കൂടെ. എനിക്ക് ആ ഒരു സീൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ഒരു സീൻ. അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു ഈ ബോട്ട ഒരു വളരെയധികം ദിസ് ഇസ് മൈ കോ ആക്ടർ. How are you, man? The film, you were crazy. 2 ദിവസമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വിശാഖന്. പക്ഷേ ഇന്ന് ടെൻഷനൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊരു ഇംഗ്ലീഷ് പടം കണ്ടിട്ട് ഇറങ്ങുന്ന ഒരു മൂഡ്. പക്ഷെ അവിടെ ഒരിക്കലും നമ്മളിങ്ങനെ ഒരു കോമഡിയൊക്കെ വർക്കൗട്ട് ആവുന്ന ജീവിതത്തിൽ പ്രതീക്ഷ അതെല്ലാം തിയേറ്ററിൽ കയ്യടി കിട്ടി. ഞാൻ വരെ കൈയടിച്ചു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്നലെ കണ്ടല്ലേ തന്നെ. നമ്മൾ പടത്തിൽ ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എൻഡ് ഓഫ് ദ ഡേ തിയേറ്ററിൽ വന്ന ഓഡിയൻസ് റിയാക്ഷൻ ഉണ്ടല്ലോ, അതാണ് അത് എൻഡ് ഓഫ് ദ ഡേ മൊത്തം വേണ്ടത്. ഇന്ന് ആൾക്കാരുടെ കൂടെ ഇരുന്നതും സുഹിത്ര ചേച്ചി ഇന്നലെ എത്തിച്ച ചേച്ചീനെ വിളിച്ചതും അതിനെന്താടാ ഞാൻ വരാം. സുഹിത്ര ചേച്ചിയുടെ പടം പോലെ വന്നു കണ്ടു. നമ്മുടെ പോസിറ്റീവുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഹൃദയം വശങ്ങൾക്ക് ശേഷം. കാരണം നമ്മളെല്ലാം ഒരു ഫാമിലിയാണ്. അപ്പം അവരെ കൂടെ ഇരുന്ന് ഈ പടം കാണണമെന്നുണ്ടായിരുന്നു. അതാണ് ഈ പടത്തിൻ്റെ നമ്മൾ പ്രൊമോഷനോ ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത്. കാരണം ഇത് ഓഡിയൻസ് തിയേറ്ററിൽ വന്നിട്ട് അവിടെ വന്നിട്ട് ഇത് നോക്കണം, ഓക്കെ ഇവരെന്താ ചെയ്തു വെച്ചിരിക്കണമെന്ന്. അപ്പോൾ അത് ഇപ്പോൾ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്കൊന്ന് വിനീത് പല കാര്യങ്ങളും ഈ സിനിമയിൽ ആവശ്യപ്പെട്ടു, ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല എന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നുന്നു. കാരണം വിനീത് ആദ്യം എന്നെ ഇത് വർഷങ്ങൾക്ക് ശേഷത്തിന് പ്രീ പ്രൊഡക്ഷൻ സമയത്തായിരുന്നു വിനീത് എന്നെ ആദ്യമായിട്ട് വിളിക്കണം. നോബിളുടെ ഒരു സ്റ്റോറി ഞാൻ കേട്ടു, എനിക്ക് ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, നോബിളായിരിക്കും ഹീറോ. അപ്പം അപ്പോൾ എന്നെ വിളിച്ചിട്ട് നിനക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് ആക്ച്വലി ഇങ്ങോട്ട് ചോദിക്കണത്. ഞാൻ വിനീത് റെഡിയാണോ എന്ന് ചോദിച്ചത്. പറഞ്ഞു എടാ ഞാൻ റെഡിയാണ്, ഞാൻ എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞു. വിനീത് റെഡിയാണെങ്കിൽ ഞാൻ ഓക്കെ. എടാ നേരത്തെ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഏത് കഥ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ. പക്ഷെ എൻ്റെ ഡയറക്ടർ എനിക്ക് അറിയാം, ഒരിക്കലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് പ്രോജക്റ്റിനടുത്തുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. പേഴ്സണൽ റിലേഷൻഷിപ്പ് രണ്ടാമതുള്ളൂ, സിനിമയായിട്ടേ കാണത്തുള്ളൂ. അപ്പം അന്നോട്ട് വിനീതിനൊരു വിഷൻ ഉണ്ടായിരുന്നു, ഈ പടം എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ സ്കെയിലിൽ എടുക്കണം എന്ന്. അത് കറക്റ്റായിട്ട് ഇപ്പോൾ ഓഡിയൻസിനോട് ചെന്നപ്പോൾ എല്ലാവർക്കും വർക്ക് ആയാലും ഭയങ്കര സന്തോഷമുണ്ട്. ഈ ബാബുരാജൻ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നൊരു തീരുമാനം എങ്ങനെയായിരുന്നു?
വിനീതിന്റെ ആക്ച്വലി കാരണം ബാബുരാജേട്ടന്റെ കാസ്റ്റിംഗ് വിനീതിന്റെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളും ഇതേപോലെ ബാബുരാജേട്ടൻ വന്നപ്പം ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ ട്രില്ലർ ഫിലിം ആകുമ്പോൾ ചിലവർക്ക് ഡൗട്ട് വന്നല്ലോ, ട്രില്ലർ ഫിലിമിൽ ഹ്യൂമർ വേണോ വേണ്ടേന്നൊക്കെ. വിനീതിന്റെ ജഡ്ജ്മെന്റ് ആയിരുന്നു. കാരണം നോബിൾ എഴുതിയപ്പം കുറേ ഹ്യൂമർ നോബിളുടെ ഉണ്ടായി, പക്ഷെ വിനീതിന്റെ 100% ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. ഇല്ല, തിയേറ്ററിൽ ഹ്യൂമർ പടത്തിൽ, അതായത് ട്രില്ലർ പടത്തിൽ ഹ്യൂമർ ലൈറ്റ് വേണമെങ്കിൽ ആൾക്കാർക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. അത് വിനീതിന്റെ ഒരു പക്ക ജഡ്ജ്മെന്റ് പോലെ എനിക്ക് തോന്നി. അഴിച്ചുവിട്ടോ ബാബുരാജ്? പുള്ളിയുടെ അങ്ങ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് വിനീതിന്റെ സ്ക്രിപ്റ്റ് അത് തന്നെ ബാബുവേട്ടൻ ചെയ്തത് മൊത്തത്തില്ല. ഈ സമയത്തെ പ്രേക്ഷകർ എന്താ പറയുക? ദയവേദിട്ട് തിയേറ്ററിൽ തന്നെ പടം വന്ന് കാണണം. നിങ്ങൾക്കറിയാമല്ലോ, വിനീത് നേരത്തെ എടുത്ത ട്രില്ലർ ഫിലിംസ് തിരയായിരുന്നു. തിര ഭയങ്കര കൾട്ട് ഒപ്പീനിയൻ ഉണ്ടായിരുന്നെങ്കിലും വിചാരിച്ച പോലെ തിയേറ്ററിൽ ഒരു റണ്ണ് വന്നിട്ടില്ല. സോ ഈ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാം തിയേറ്ററിൽ വന്ന് ഈ പടം എത്രയും പെട്ടെന്ന് കാണും. ഇതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. സിനിമ ഒരു നഷ്ടവും വരത്തില്ല. നമുക്ക് ഹാപ്പി ആയിട്ടും നമുക്ക് നല്ല മൂഡോടുകൂടി പോകാവുന്ന ഒരു സിനിമ. തിരയിൽ നിന്നും കരത്തിലേക്ക് എത്തി കരങ്ങളിലേറ്റ് പിടിച്ച് നമുക്ക് ഈ സിനിമയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. താങ്ക് യു. സിനിമ കണ്ടിറങ്ങി ഞാൻ എല്ലാവരെയും ഇൻ്റർവ്യൂ എടുത്തപ്പോൾ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഈ രണ്ടുപേരെ എനിക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഗംഭീര പെർഫോമൻസ്, അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. എനിക്ക് സിനിമ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടിറങ്ങി, അതിനിടയ്ക്ക് കുറച്ച് മലയാളങ്ങൾ വന്നു, കുറച്ച് ചിരിക്കാൻ കിട്ടി. ഇതെല്ലാം നിങ്ങളുടെ പെർഫോമൻസും എല്ലാം കൂടെ കൂടിയാണ്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? ഇപ്പോഴും നമ്മൾ റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഓഫ് എന്താ പറയുക, ഇത്രയും വലിയ പ്രൊജക്റ്റാണെന്നുള്ളതിൻ്റെയും ഇപ്പോഴാണ് കുറച്ച് റിയലൈസേഷൻ ആവുന്നത്. ഒന്ന് കണ്ടു എല്ലാവരുടെയും റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോഴേക്കും വി ആർ സ്റ്റിൽ ആ ഒരു പിഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയത്തില്ല, ഡ്രീം കം ട്രൂ മൊമെൻറ്റ് പോലെ അങ്ങനെ ഇരിക്കുകയാണ്. സോ വിനീത് ശ്രീനിവാസൻ, ജോമൻ ടി മോൻ, ഷാൻ റഹ്മാൻ ടീം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ് അല്ലേ. സോ ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് നമുക്കൊന്ന് ആലോചിക്കാൻ അപ്പുറത്തുള്ള സംഭവമാണ്. സോ വെരി ഹാപ്പി. എനിക്ക് ഇഷ്ടം സനനെ വിളിച്ചോ. സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഒരു പാർട്ടാകാൻ പറ്റിയതിൽ. ഭയങ്കര ഇപ്പോഴും ഞാൻ ഷേക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല, വാക്കുകൾ കിട്ടുന്നില്ല. ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻ എക്സ്പീരിയൻസ് ഐ നെവർ ഫർഗെറ്റ്. ആൻഡ് സന്തോഷം. എന്നാണോ കാണുന്ന സിനിമ? അതെ അതെ, ഞാൻ ഡബിന് കണ്ടായിരുന്നു. എല്ലാം കണ്ടില്ലല്ലോ? ഇല്ല, എല്ലാം കണ്ടില്ല. എന്റെ സിനിമ ഇച്ചിരി കണ്ടായിരുന്നു. ഇപ്പം ഫുള്ള് കണ്ടു. ഭയങ്കര ഫീലിംഗ്, ലൈക്ക് ഒരുപാട് ഇമോഷൻസ്, കുറേ ഇമോഷൻസ് എനിക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗിൽ എനിക്കാണ്. വളരെയധികം സന്തോഷം കണ്ടോ. ഈ സിനിമ ധൈര്യമായിട്ട് പ്രേക്ഷകർക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് ഞാൻ ഒന്നും കൂടെ ഉറപ്പ് തരുന്നു. അത്ര അല്ലെ, തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതെ, തിയേറ്ററിൽ തന്നെ പോയി കാണും. അപ്പോൾ തിയേറ്ററിൽ തന്നെ കാണുക, മറക്കണ്ട. ഈ സിനിമ നിങ്ങൾ എടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന ഒരു സിനിമ തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.